നമസ്കാരം. ഇതിൽ കഥയും കഥാപാത്രങ്ങളും ആരുമായി ബന്ധമുള്ളതല്ല. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ബിസിനസ്മാൻ്റെ കഥ. അങ്ങനെ അദ്ദേഹം അവിടെ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വെയർഹൗസ് ഉണ്ടാക്കാതെയാണ് ബാക്കിയുള്ള സജ്ജീകരണം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ പ്രശ്നങ്ങളും തീർത്ത് വെയർഹൗസ് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യഘട്ട സോയിങ് നടന്നു. വിത്തിടലും കഴിഞ്ഞു. വിത്തിട്ടതിന് ശേഷം കൊയ്തെടുക്കലും കഴിഞ്ഞ് അങ്ങനെ ആ അരി അദ്ദേഹം അത് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കെട്ടി അയക്കാനുള്ള, അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ചെയ്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് UK, യൂറോപ്പ്, ജർമ്മനി എന്നുള്ള സ്ഥലങ്ങളിലേക്കാണ് അദ്ദേഹം അരി ക്വാളിറ്റിയായി അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ക്വാളിറ്റി ചെക്ക് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു ഫെഡറേഷനുമായുള്ളൊരു ഡീലിങ്ങിലാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ബാക്കി കഥ അറിയാൻ അടുത്ത പാർട്ടിനായി വെയിറ്റ് ചെയ്യുക. അതുവരെ നന്ദി, നമസ്കാരം.